ഹലോ. അപ്പം ഞാനിത് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഗേൾസ് ട്രിപ്പ്. എല്ലാവരും പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളും കുറേ ആൾക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കുറേ കാലം നീട്ടി വെച്ച് അവസാനം നമ്മളിത് പ്ലാൻ ചെയ്ത കാര്യം നടക്കാൻ പോവാണ് ഗൈസ്. കൂടുതൽ ലോങ് ആഗ്രഹിക്കുമ്പോൾ അതൊരിക്കലും നടക്കുന്നില്ല, ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളായിട്ട് വരുന്നു. പിന്നെ പെട്ടെന്ന് വയനാട് വൈത്തിരിയിലേക്ക് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് കിട്ടിയ റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു ശനിയാഴ്ച ഉച്ചക്കാണ് ഇത് പോയിട്ടുണ്ടായത്. അങ്ങനെ പുറപ്പെട്ട് നമ്മൾ ചുരമെല്ലാം കയറിയിട്ടാകുമ്പം ഇങ്ങനെ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്തി. പിന്നെ ഈ തേയിലത്തോട്ടത്തിൽ കുറച്ച് നേരം നിന്നും കിടന്നും ഇരുന്നും ചെരിഞ്ഞ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും കുറേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ വിട്ടു. കാരണം വെച്ചാൽ വൈത്തിരി എത്തണ്ടേ. പിന്നെ എന്ന് വെച്ചാൽ റിസോർട്ടിൽ ലേറ്റായി എത്തുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും ടൈം വേസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വള്ളിയൂർക്കാവിൽ മുന്നേ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ മാനന്തവാടി അവിടെയും കൂടി ഒന്ന് കയറാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് കാവിൻ്റെ മുന്നിലെത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴ പെയ്തു. കാറിന്ന് നമ്മൾ ഡോർ തുറക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മഴ പെയ്തു. അല്ലാണ്ട് മഴക്കാർ ഉണ്ടായിട്ടൊന്നുമല്ല മഴ പെയ്തേ. ആ സങ്കടം തീർക്കുക ഈ മാംഗോ ബാർ കഴിച്ചിട്ട് എല്ലാവരും കൂടി പിന്നെയും നമ്മൾ തിരിച്ച് വൈത്തിരിയിലേക്ക് പുറപ്പെട്ടു. പിന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചയെല്ലാം വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് ഗാലറി ഇങ്ങനെ മൊത്തത്തിൽ നിറച്ചിട്ടുണ്ട് എല്ലാവരും. എനിക്ക് ഈ വയനാട് എന്ന് വെച്ചാൽ എത്ര പോയാലും മടുക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ നൈറ്റ് ഒരു 7 o'clock ആകുമ്പോഴത്തേക്ക് റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കുത്തനെയുള്ളൊരു കുന്നിൻ്റെ മേലെയാണ് റിസോർട്ട്. അങ്ങനെ കാറ് മേലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടി. പിന്നെയെന്ന് വെച്ചാൽ പാർക്കിംഗ് കുറച്ച് മേലെയാണ്. അപ്പോൾ നമ്മൾ പിന്നെയും കാറ് താഴത്ത് ഇറങ്ങുമ്പോൾ ടയറിൻ്റെ ഉള്ളിൽ ഒരു ആണി കയറിയിട്ട് പിന്നെ ഫുള്ള് കാറ്റ് പോയി. പിന്നെ അതിൻ്റെ കുറച്ച് നേരം പണിയും തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ഇനി എല്ലാവരും കൂടി നേരെ റൂമിലേക്ക്. അപ്പോൾ ഇതാണ് റൂം. ഇവിടുന്ന് ബാൽക്കണിയല്ല, അവിടുന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ഇതാണ്. അപ്പോൾ രാവിലത്തെ വ്യൂവും കാര്യങ്ങളെല്ലാം രാവിലെ ആയിക്കഴിഞ്ഞാലേ കാണാൻ പറ്റൂ. ഇപ്പം ഞാൻ നൈറ്റ് വെറുതെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാണ് ബാൽക്കണിത്തെ വ്യൂ. ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റിലാണ് സംഭവം വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടാവും രാവിലെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, അവിടെ താഴെ തന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും. പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞ് ചില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെയിറ്റിംഗ് ഉണ്ട്. കാരണം നമ്മൾ റിസോർട്ടിൽ ഫുഡില്ലാന്ന് തോന്നുന്നു, അവർ പുറത്ത് പോയി വാങ്ങിച്ചതാണ്. അങ്ങനെ നമ്മൾ ഫുഡ് വന്നു. വിശന്നിരുന്ന് അവസാനം ഫുഡ് വന്നപ്പോൾ അധികം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. നമ്മൾ പൊറോട്ട, അൽഫാം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ തീരെ കഴിക്കാണ്ടിരുന്ന എനർജി ഉണ്ടാവില്ലല്ലോ, നമ്മൾ തുള്ളേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിൽ ഫുഡ് കഴിച്ച് പിന്നെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോയിട്ടുണ്ടായത്. ബാക്കി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ കുറച്ച് വിശക്കുമല്ലോ എന്ന രീതിയിൽ കുറേ ഫുഡ് ബാലൻസ് വെച്ചിട്ട് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നപ്പോഴാണ് ബാക്കി ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ കുറേ നേരം പൂളിൽ നമ്മൾ കളിച്ചിട്ടാണ് പിന്നെ അടുത്ത ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായത്. വലിയ വിശപ്പൊന്നുമില്ല, കാരണം പൊറോട്ട കഴിച്ച് പോയതുകൊണ്ട് അധികം വിശന്നിട്ടൊന്നുമില്ല. എന്നാലും പക്ഷേ നമ്മൾ ഫുഡൊന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ മൊത്തം വിശേഷം പറയാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.